തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുന്നവരാണോ നിങ്ങൾ? പോയി വന്നതിന് ശേഷം കൈവിരലുകളിൽ തരിപ്പ് അനുഭവിച്ചിട്ടുണ്ടോ? കൈവിരലുകളുടെ അറ്റങ്ങളിൽ നിറവ്യത്യാസം? എങ്കിൽ നിങ്ങൾക്കിത് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മണാലി പോയി വന്ന സമയത്തും എന്റെ കയ്യിൽ ഭയങ്കര തരിപ്പായിരുന്നു. വെൽക്കം ടു മൈ ചാനൽ. മൈസെൽഫ് ഡോക്ടർ അൻമോൾ BAM. ഇന്ന് ധമനി വികാരം അഥവാ ആർട്ടീരിയൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ്, റെയ്നോഡ്സ് ഡിസീസ്. First described by Raynaud's. It is a vasospastic condition of digital blood vessels in response to abnormal hypersensitivity to cold. Condition where environmental factors like cold or emotional factors results in episodes of vasospasm resulting into closure of small digital blood vessels. അതായത് ഭയങ്കര എക്സ്ട്രീം തണുപ്പുള്ള കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ഇമോഷണൽ ഫാക്ടേഴ്സ് കൊണ്ടോ ഈ എക്സ്ട്രീമിറ്റീസിലുള്ള ഡിജിറ്റൽ ബ്ലഡ് വെസൽസ് ഇതിലാണ് പൊതുവെ കാണുന്നത്. വാസോസ്പാസം ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് വാസോസ്പാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടീരിയൽ സ്പാസം ലീഡിങ് ടു വാസോ കൺസ്ട്രിക്ഷൻ. ഫീമെയിൽസിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മെയിൽ ഈസ്റ്റ് ഫീമെയിൽ റേഷ്യോ 1:10, യൂഷ്വലി ബിഫോർ പ്യൂബർട്ടി ആൻഡ് ആഫ്റ്റർ മെനോപോസ്. വെസ്റ്റേൺ കൺട്രീസിലും അതുപോലെ ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലും കാണുന്നത്. മോസ്റ്റ്ലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് ഹാൻഡ്സ്, ഫിംഗേഴ്സ്. Exposure to chronic cold. Occupations involving vibrating tools such as used for drilling, wood cutting, etc. രണ്ട് ടൈപ്പാണ് മെയിൻലി ഉള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി മോസ്റ്റ് കോമൺ ആണ്. അണ്ടർലൈൻ ഡിസീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മൈൽഡ് സിംറ്റംസ് ആണ്, പൊതുവെ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യം വരാറില്ല. സെക്കൻഡറി, otherwise called as Raynaud's phenomenon. Although it's less common, but it is more serious ഡ്യൂ ടു ആൻ അണ്ടർലൈങ് ഡിസീസ്. ലെസ് കോമൺ ആണെങ്കിൽ പോലും വളരെ സീരിയസ് ഉള്ളതാണ് ഈ സെക്കൻഡറി. കോസസ് പറയുകയാണെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് ലൈക്ക് സ്ക്ലീറോഡെർമ, ലൂപ്പസ് എക്സെട്ര. ഡിസീസസ് ഇൻവോൾവിംഗ് ആർട്ടറി സച്ച് ആസ് TIO, അതറോസ്ക്ലീറോസിസ് എക്സെട്ര. വൈബ്രേറ്റിംഗ് വൈറ്റ് ഫിംഗേഴ്സ്. Occupations involving vibrating tools such as used for drilling, wood cutting, etc. Carpal tunnel syndrome, smoking, injury to hands. Certain medications such as beta blockers, ergotamine, birth control pill, etc. Exposure to cold leading to hyperactivation of sympathetic nervous system results in extreme constriction of peripheral blood vessels, leads to tissue hypoxia. 3 സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജ് ഓഫ് സിൻകോപ്പ്, സ്റ്റേജ് ഓഫ് ആസ്ഫിക്സിയ, സ്റ്റേജ് ഓഫ് റിക്കവറി ഓർ റൂബർ. സ്റ്റേജ് ഓഫ് സിൻകോപ്പ്. അബ്നോർമൽ എക്സ്പോസർ ടു കോൾഡ് എന്തിന് കാരണമാകുന്നു? ആർട്ടീരിയോൾസിന്റെ വാസോസ്പാസത്തിന് കാരണമാകുന്നു, അലോങ് വിത്ത് ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ്. ഈ പാർട്ട് എന്താവും? ബ്ലാഞ്ച്ഡ് ആവും, വൈറ്റ് അല്ലെങ്കിൽ പെയിൽ. സിവിയർ പാലർ ഉണ്ടാവുന്നത് ഈ ടൈമിലാണ്. സ്റ്റേജ് ഓഫ് ആസ്ഫിക്സിയ. വാസോ കൺസ്ട്രിക്ഷന്റെ ഈ ബ്രീഫ് പീരീഡിന് ശേഷം കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വന്ന് ഫിൽ ചെയ്യും. അങ്ങനെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവും ഈ പാർട്ടിന്. സയാനോസിസ് സംഭവിക്കും along with the burning sensation. Last stage, stage of recovery or rubor. അറ്റാക്ക് പാസ് ഓഫ് ചെയ്തതിനു ശേഷം ആർട്ടറീസ് റിലാക്സ് ചെയ്യും, സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. അങ്ങനെ ഈ പാർട്ടിന് റെഡ് എൻഗോഗ്മെന്റ് ഉണ്ടാവും. സെൻസേഷൻ ഓഫ് കോൾഡ്നെസ്, നംബ്നെസ്, പാരസ്തേഷ്യ കോസസ് ബൈലാറ്ററൽ എപ്പിസോഡിക് ഡിജിറ്റൽ ഇഷീമിയ. ആക്ച്വലി മീഡിയൽ 4 ഡിജിറ്റ്സിലും പാമിലും ആണ് കാണാറുള്ളത്. തമ്പ് പൊതുവെ സ്പെയർഡ്. പെരിഫറൽ പൾസസ് നോർമൽ. ഫേസിക് കളർ ചേഞ്ചസ്, അതായത് പാലർ, ആദ്യത്തെ സ്റ്റേജിൽ പാലർ വരുന്നു, പിന്നത്തെ സ്റ്റേജിൽ സയാനോസിസ് വരുന്നു, പിന്നത്തെ സ്റ്റേജിൽ റൂബർ, റെഡ്നെസ് വരുന്നു. അസോസിയേറ്റഡ് വിത്ത് പേഷ്യൻസിന് റിക്കറന്റ് അറ്റാക്സ് കാരണം ഗാംഗ്രീനസ് പാച്ചസ് ഫിംഗർ ടിപ്സിൽ കാണാറുണ്ട്. 2 ടെസ്റ്റുകളാണ് മെയിൻലി ചെയ്യുന്നത്. ഒന്ന് കോൾഡ് ആൻഡ് വാം വാട്ടർ ടെസ്റ്റ്. ആദ്യം തണുത്ത വെള്ളത്തിൽ കൈവിരലുകൾ മുക്കി വയ്ക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം കൈകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാലർ കാണാനായിട്ട് സാധിക്കും. ഇതിനുശേഷം ചൂടുവെള്ളത്തിൽ കൈ മുക്കി നോക്കുകയാണെങ്കിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ കാണാനായിട്ട് സാധിക്കും. ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം കംപ്ലീറ്റ് ആയിട്ട് വാസോസ്പാസം റിലാക്സ് ആവുകയാണെങ്കിൽ റെഡ് കളർ കാണാനായിട്ടും സാധിക്കും. ഈ ടെസ്റ്റ് റെയ്നോഡ്സ് ഡിസീസിൽ പോസിറ്റീവ് ആണ്. അടുത്തത് ഡിജിറ്റൽ ആർട്ടറി പ്രഷർ. കൈ തണുക്കുന്നതിന് മുന്നും അതിനുശേഷവുമുള്ള
ആർട്ടറികളിലെ ആർട്ടറിയുടെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് 15 mmHg കുറവാണെങ്കിൽ അത് ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആണ്. നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക. ഞാൻ മണാലി പോയി വന്ന സമയത്തും എന്റെ കയ്യിൽ ഭയങ്കര തരിപ്പായിരുന്നു. അതിനുശേഷം കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിച്ചപ്പോൾ എന്റെ കയ്യിലെ തരിപ്പെല്ലാം മാറി. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കുക. അതുകൂടാതെ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആദ്യം നിങ്ങൾ പേടിക്കാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എങ്കിലും ഇമോഷണൽ ഇംബാലൻസോ സ്ട്രെസ്സോ അതുപോലെ ടുബാക്കോ യൂസ്, സിഗരറ്റ് സ്മോക്കിംഗ്, കോൾഡ് എക്സ്പോസർ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അതുപോലെ വാം ആയിട്ടുള്ള ഏരിയയിൽ സ്റ്റേ ചെയ്യുക. പറഞ്ഞ സെക്കൻഡറി കോസസ്, അതായത് ടിഎഒ, അതറോസ്ക്ലെറോസിസ്, ക്ലിയറോഡെർമ, ലൂപ്പസ് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക.